വാക്കിൻ്റെ ഉദ്ദേശ്യം. പിന്നെ രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് ദജ്ജാലിനെ പറ്റിയാണ്. ദജ്ജാൽ നല്ല മനുഷ്യനായിരിക്കുമെന്ന് പറഞ്ഞാൽ കോമൺ സൊസൈറ്റി ആകുന്ന ബഹുകോടികൾക്കിടയിൽ നല്ല മനുഷ്യനായിട്ട് തന്നെയാണ് അയാൾ വരിക. അതായത് അയാൾ ചില സുഖങ്ങളും സൗകര്യങ്ങൾക്കും, പുണ്യ റസൂൽ പറഞ്ഞില്ലേ, അവൻ്റെ ഒരു കയ്യിൽ റൊട്ടി ഉണ്ടാവും, ഒരു കയ്യിൽ വെള്ളമുണ്ടാവും. അതൊരു പ്രയോഗമാണ് റസൂലാണ്. ആ പറഞ്ഞതിനർത്ഥം എന്താണ്? ജനങ്ങൾക്ക് ആവശ്യമായി ഉള്ളതെല്ലാം എന്താണോ ആവശ്യം അതെല്ലാം നിങ്ങൾക്ക് അയാൾ തരും. ദജ്ജാൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ദജ്ജിലി എന്ന വാക്കെന്ന കബളിപ്പിക്കുന്നവൻ, ഏറ്റവും കബളിപ്പിക്കുന്നവൻ. ഒരു മോശപ്പെട്ട വ്യക്തിക്ക് മോശപ്പെട്ട വ്യക്തിയായി വന്നുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയും. ജനകോടികൾക്കിടയിൽ നല്ല ആളായിട്ട് അവതരിക്കും. അകക്കണ്ണുള്ളവർക്ക് മാത്രം അറിയാം ഇവൻ മോശപ്പെട്ടവനാണ്. അതാണ് പുണ്യ റസൂൽ പറഞ്ഞത്. ബസീറത്ത് കൊണ്ട് മുഅ്മിനീങ്ങൾ അവനെ മോശപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കും. ഭൂരിപക്ഷത്തിന് ഈ ബസീറത്ത് ഉണ്ടാവില്ല. അവൻ കബളിപ്പിക്കും. കബളിപ്പിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് ചീത്തയായവൻ നല്ലവനായി അവതരിക്കും. ഇപ്പോൾ തന്നെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചവരല്ലേ, പല കാര്യങ്ങളിലും ജനം തെറ്റിദ്ധരിച്ചവരാണ് ഇന്നത്തെ കാലത്ത്. എങ്കിൽ ദജ്ജാൽ വരുന്ന സമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണ എത്രയിരിക്കും? എന്താണ് തെറ്റിദ്ധരിക്കുക എന്നാൽ? ഹബീബ നബി പറഞ്ഞു, യുസദ്ദിഖുൽ കാദിബ വയുകദ്ദിബു സ്വാദിഖ. അക്കാലം എന്ന് പറഞ്ഞാൽ യുസദ്ദിഖുൽ കാദിബ, കള്ളം പറയുന്നവനെ നേര് പറയുന്നവനായി മനസ്സിലാക്കും. ഏറ്റവും വലിയ കള്ളം പറയുന്നവനാരാ? ദജ്ജാൽ. അയാൾ ഏറ്റവും നല്ല സത്യം പറയുന്നവനായി മനസ്സിലാക്കും. വയുകദ്ദിബു സ്വാദിഖ, നേര് പറയുന്നവനെ കള്ളം പറയുന്നവനായി മനസ്സിലാക്കും. അതാണല്ലോ ഇപ്പോൾ പറഞ്ഞതിനർത്ഥം. ദജ്ജാൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഏറെ കബളിപ്പിക്കുന്നവൻ. ഒരു മനുഷ്യനെ മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് ജനങ്ങളെ അറിയിച്ചുകൊണ്ട് കബളിപ്പിക്കാൻ കഴിയില്ല. നല്ല വ്യക്തിയായിട്ട്, അതായത് ഭൂമിയിലെ 800 ആണെങ്കിൽ 1000 കോടിയോ എത്ര കോടിയാണ് അയാൾ വരുന്ന കാലത്തുള്ളെങ്കിൽ അതിലെ ഭൂരിപക്ഷവും തെറ്റിദ്ധരിക്കും. ഇവനാണ് ഏറ്റവും മഹാൻ എന്ന് മനസ്സിലാക്കും. അങ്ങനത്തെ ഒരു പൊസിഷനിലും അയാൾ ഇരിക്കും. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന ഒരു പൊസിഷനിൽ അയാൾ കയറിയിരിക്കും. അപ്പോൾ ഭൂരിപക്ഷം തെറ്റിദ്ധരിക്കും. പ്രത്യേകിച്ച് ജനങ്ങൾ ഭൗതിക ആസക്തരാവും. ഭൗതിക ആസക്തരെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇതാണ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അത് നല്ലവനാകുമെന്ന് പറഞ്ഞാൽ നല്ല പിള്ള ചമയും. അകക്കണ്ണുള്ളവർക്ക് മാത്രമേ അവൻ മോശപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് വേറെ ഒരുപാട് പ്രസംഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഇത്രയും നേരം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്